നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാളിന്റെ സന്ദേശയാത്രയുമായി തൃശൂർ ഗ്ലോറിയ ഫെലോഷിപ്പ്. ഗ്ലോറിയ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉയിർപ്പ് സന്ദേശയാത്ര സംഘടിപ്പിച്ചു. തൃശൂർ എടുക്കും എടുത്തിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നത്. ജൂൺ 4-ന് തൃശൂരിന് ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നതെന്നും സുരേഷ് ഗോപി. വാർത്തകൾ വിശദമായി. പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ലോകരക്ഷയ്ക്കായി യേശുക്രിസ്തു കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്തിന്റെ ആഘോഷമാണ് ക്രൈസ്തവർ ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ആരാധനാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷം ആരംഭിച്ചു. 50 നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഈസ്റ്റർ. ചേർപ്പ് മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ നടന്നു. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ ഈസ്റ്റർ ആഘോഷിച്ചു. പുലർച്ചെ 2:30-ന് ആരംഭിച്ച ഈസ്റ്റർ തിരുക്കർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരം CLC പ്രവർത്തകർ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പ്രാർത്ഥനാ സാന്ദ്രമായി. തുടർന്ന് നടന്ന ഈസ്റ്റർ ദിവ്യബലിക്ക് വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ വേലുക്കാരൻ സഹകാർമ്മികനായി. യേശുക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാളിന്റെ സന്ദേശയാത്രയുമായി തൃശൂർ ഗ്ലോറിയ ഫെലോഷിപ്പ്. ഗ്ലോറിയ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉയിർപ്പ് സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ ചന്ത സെന്ററിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AC ജോസ്, CV ലാസർ, ജെയ്സൺ തോമസ്, ജോസ് പുലിക്കോട്ടിൽ, ആകാശ് ജോസ്, PP ജേക്കബ്, EA ബോവസ് എന്നിവർ സംബന്ധിച്ചു. അനിയന് തുല്യം സ്നേഹിക്കുന്ന KC പ്രസാദ് അവരോട് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഇന്ന് പല മീറ്റിങ്ങുകളും അദ്ദേഹത്തിനുണ്ടെങ്കിലും ഗ്ലോറിയയുടെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന പ്രിയ KC പ്രസാദ് അവറുകളെ ഗ്ലോറിയയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ പീഡാനുഭവവും കുരിശുമരണവും ഉയിർപ്പും ഉൾപ്പെടുന്ന ദൃശ്യാവിഷ്കാരമാണ് ഗ്ലോറിയ ഫെലോഷിപ്പ് ഒരുക്കിയത്. തൃശൂർ എടുക്കും എടുത്തിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നത്. ജൂൺ 4-ന് തൃശൂരിന് ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. തൃശൂർ വഴി കേരളത്തിന്റെ ഉയർപ്പ് സംജാതമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കും. ക്യാപ്റ്റൻ ഇപ്പോൾ ശക്തനല്ല. കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിരിക്കുകയാണ്. കേരളത്തിലും കൊടുങ്കാറ്റ് വീശിയടിക്കും. കപ്പൽ ആടി ഉലയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 3-ാം മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സഹകരണ മേഖലയിൽ പൊളിച്ചെഴുത്തുണ്ടാകുമെന്നും സഹകരണ മേഖലയ്ക്കായി പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും തൃശൂർ ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. പ്രാർത്ഥനയോടെ പറയുന്നു, എടുത്തിരിക്കും. കഴിഞ്ഞ 10-40 വർഷമായിട്ടെങ്കിലും
മഹാരഥന്മാർ പല സംഭാവനകളും തൃശ്ശൂർക്ക് നടത്തിയിട്ടുണ്ട്. ലീഡറെന്ന് ഞാൻ മറക്കില്ല, ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഞാൻ മറക്കില്ല. കേരളത്തിന് നൽകിയിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്, അതൊന്നും ഒരു കാലത്തും തള്ളി പറയുകയുമില്ല. പക്ഷെ അതിനുശേഷം ക്രൂസിലേറ്റപ്പെട്ട തൃശ്ശൂരിന് 2024 ജൂൺ 4 ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. പഴുവിൽ സി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 1ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനോദ്ഘാടനവും രൂപരേഖ കൈമാറ്റവും അനുജ്ഞാന ചടങ്ങുകളും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ് അധ്യക്ഷനായി. ഉപദേശക സമിതി സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം നടത്തി. സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ C അനിൽകുമാർ, ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ VN സ്വപ്ന, MK ബാബുരാജ്, ലതീഷ് മേനോൻ, AB ജയപ്രകാശ്, NI രാധാകൃഷ്ണൻ, EC അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിലേക്കുള്ള ആദ്യ സംഭാവന സ്വീകരിക്കലും തേക്കുമരങ്ങൾ സംഭാവന നൽകിയവരെയും റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകിയവരെയും ആദരിച്ചു. BLS ഏങ്ങണ്ടിയൂരിന്റെ നേതൃത്വത്തിൽ കിഡ്സ് BLS 10ാം വാർഷികവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗിന്നസ് റെക്കോർഡ് ജേതാവ് മുരളി നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. പ്രസിഡന്റ് OK പ്രൈസൺ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് നമ്മൾ ഈ സംഘടന ഈ കിഡ്സിൻ്റെ ഫോം ചെയ്തിട്ട് ഒരുപാട് പ്രതിഭകളെ നമ്മൾ ഇവിടെ നിന്ന് വളർത്തിയെടുക്കാൻ മീൻസ് അത് പാസ് ഔട്ടായി പോയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രം തിരിക്കുന്നവർ തൊട്ട് ആതുര ശുശ്രൂഷ രംഗത്ത് തൊട്ട് പിന്നെ അതുപോലെ തന്നെ കണക്കിൻ്റെ കാര്യങ്ങൾ CA മേഖലകൾ തൊട്ട് എല്ലാവരും നമ്മുടെ മക്കളായിട്ട് വളർന്നു വന്നവരാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലാ കളക്ടർ കൂടിയായിരുന്ന ശ്രേയ P സിംഗ് ഉൾപ്പെടെ ഏങ്ങണ്ടിയൂരിലെ അല്ലെങ്കിൽ BLSൻ്റെ ആദ്യത്തെ എന്ന് വേണമെങ്കിൽ പറയാം CA-കാരനായ അമിത് സലീം ഉൾപ്പെടെ ഇവിടെ വേദിയിൽ ഇരിക്കുന്ന ഡോക്ടർ അനഘ അല്ലെങ്കിൽ ഡോക്ടർ റിതു ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ BLS കിഡ്സിലൂടെ വളർന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരൊക്കെ ആദരിക്കുന്നത് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പുതിയ തലമുറയ്ക്ക് പല ക്വാളിറ്റികളും പഠിക്കുക, അതുപോലെ തന്നെ ആയിത്തീരുക എന്നുള്ളൊരു കാര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. മിസ്റ്റർ ഇന്ത്യ റഫീഖ് റോഷ് പ്രതിഭകളെ ആദരിച്ചു. ചടങ്ങിൽ BLS സ്ഥാപക അംഗം കാണത്ത് രാമകൃഷ്ണൻ, മുതിർന്ന അംഗം ആന്തുപറമ്പിൽ മോഹനൻ എന്നിവരെ ആദരിച്ചു. തുടർന്ന് BS കിഡ്സിന്റെ കരാട്ടെ ഡെമോൺസ്ട്രേഷൻ, കലാപരിപാടികൾ എന്നിവ നടന്നു. നിന്നുടെ ധിക്കാരം മമകൾ കരുതിപ്പോൾ ചക്രാദികളും വന്നു ഉണർന്നു ആ ചക്രായുധനെ കൊണ്ടു ദുഷിച്ചു. വക്രാത്മാവേ നിന്നൊരു കിഞ്ചനം, വക്രാത്മാവേ നിന്നൊരു കിഞ്ചനം ഒക്കാണിച്ചേ മതിയാവുള്ളൂ. അർദ്ധനു തുല്യമശേഷ ജഗത്തിൽ ഒക്കെ പൊലിമ വരുത്തിയിരിക്കാൻ വിക്രമ ജലനിധി വിശ്വധനേശ്വരൻ അക്കട കൊണ്ടുവരുന്നു കർണാരിസതി മൽക്കുലനേ പരമദ്ദേഹത്തെ നിനക്കു ദുഷിപ്പാൻ യോഗ്യതയുണ്ടോ? മർക്കടകീടാനില്ലട നിന്നുടെ മസ്തകമെന്നു തകർത്തേ പോകൂ. കനില ഉള്ളമരങ്ങളുടെ കായും കനിയും തൊള്ളയിരിക്കു കടിച്ചു കുതിച്ചത്. ഓട്ടോറിക്ഷയോടിച്ച് കിട്ടിയ വരുമാനത്തിൽ നിന്നും സഹപ്രവർത്തകന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകി ജാബിർ ഓട്ടോ ഓടിക്കുന്ന ദിവസ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതമാണ് സഹപ്രവർത്തകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് നൽകിയത്.
തൃത്തല്ലൂർ വെസ്റ്റ് SKSSF സഹചാരി സെന്റർ പ്രവർത്തകനായ ജാബിർ പണം സ്വരൂപിക്കാൻ തന്റെ ഓട്ടോയിൽ ബോക്സ് സ്ഥാപിച്ചു. സുഹൃത്തും ചെമ്പകശ്ശേരി ചുള്ളിയിൽ ധർമ്മരാജന്റെ മകനുമായ CD രാജേഷിന്റെ വൃക്ക മാറ്റിവെക്കലിന് പണം സ്വരൂപിച്ചത് ഓരോ ദിവസത്തെയും വരുമാനത്തിലെ ഒരു വിഹിതവും സുമനസുകളായ ഓട്ടോയിലെ യാത്രക്കാരുടെ സഹായവും ചേർത്താണ്. ചികിത്സയ്ക്ക് 30 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. വാടാനപ്പള്ളി മഹല്ല് ഖത്തീബ് ഉമർ ഭാഗവി പഴയന്നൂരിന്റെ സാന്നിധ്യത്തിൽ ജാബിർ CD രാജേഷിന് സഹായധനം കൈമാറി. ഓട്ടോറിക്ഷ ഉപജീവന മാർഗമാണ്. ആ ഉപജീവന മാർഗമായി ഓട്ടോറിക്ഷ ഓടി ഓരോ ദിവസം ലഭിക്കുന്ന വേതനത്തിൽ നിന്നൊരു വിഹിതം രാജേഷേട്ടൻ്റെ ചികിത്സയിലേക്ക് അദ്ദേഹം നീക്കി വെച്ചിരുന്നു. അത് നൽകാനാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഓപ്പറേഷൻ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായി കഴിഞ്ഞാൽ എറണാകുളത്തുള്ള മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ഇൻഷാ അല്ലാഹ് ശസ്ത്രക്രിയ നടക്കും. കഴിയുന്ന ആളുകളൊക്കെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഗൂഗിൾ പേ നമ്പറും അദ്ദേഹത്തിൻ്റെ സഹായ നിധിയിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പരസ്യം ചെയ്തിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടെ ജാബിർക്ക ഓരോ ദിവസവും സ്വരൂപിച്ച ദിവസവേതനത്തിൽ നിന്ന് സ്വരൂപിച്ചിരിക്കുന്ന അദ്ദേഹത്തിനോട് സ്വരൂപിച്ച സംഖ്യ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് കൈമാറാൻ വേണ്ടിയാണ് ഒത്തുകൂടിയിരിക്കുന്നത്. സഹചാരി സെന്റർ പ്രവർത്തകരായ സാബിർ വാടാനപ്പള്ളി, റിനാസ്, തെക്കേ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ ഷാഹു, ബഷീർ, CD രാജേഷ്, ചികിത്സാ കമ്മിറ്റി ഭാരവാഹികളായ കൺവീനർ PM റിയാസ്, കോർഡിനേറ്റർ അഷ്റഫ് വലിയകത്ത്, ജലാൽ B, SA റോഡ്, ഷൈൻ ഇയാനി, ട്രഷറർ CD രതീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇതിനായി ഓട്ടോയിൽ സ്ഥാപിച്ച ബോക്സും ഫിറ്റിംഗ്സുകളും ബോർഡുകളും സുമനസുകളായ സുഹൃത്തുക്കൾ സൗജന്യമായി നൽകിയിരുന്നു. ഇതുകൂടാതെ ജീവകാരുണ്യ രംഗത്ത് സജീവമായ ജാബിറിന്റെ ഓട്ടോയിൽ മറ്റൊരു ബോക്സ് കൂടിയുണ്ട്. മടക്കയാത്രയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം തീരദേശത്തെ മാറാരോഗം മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നൽകി വരുന്നു. പെരിഞ്ഞനം ബീച്ചിൽ ശക്തമായ കടലേറ്റം. ഇന്ന് ഉച്ച മുതലാണ് കടലേറ്റം ആരംഭിച്ചത്. പെരിഞ്ഞനം സമിതി ബീച്ച്, കയ്പമംഗലം, വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റം ഉള്ളത്. വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽ ഭിത്തിയും കടന്ന് കടൽ വെള്ളം കരയിലേക്ക് കയറുന്നുണ്ട്. വെള്ളവും മണ്ണും അടിച്ചു കയറി വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന വല നശിച്ചിട്ടുണ്ട്. വെള്ളക്കയറ്റത്തിന്റെ അറിവ് തുടങ്ങി. പിന്നെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ പണിയില്ലാത്തവരൊക്കെ കിഴക്കായിരുന്നു. അപ്പോൾ ഇവിടെ 2-3 ആളുണ്ടായിരുന്നു. അവർ അതിനാളുള്ളത് വിളിച്ചു കൂട്ടി ഫോണിൽ വിളിച്ചു വരുത്തി അങ്ങനെയാണ് എല്ലാവർക്കും കയറ്റൊക്കെ തുടങ്ങിയത്. അവർ മണ്ണൊക്കെ വെച്ച് വജികളങ്ങനെ കൂട്ടിയിടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നേരത്തെ തകർന്നു കൊണ്ടായിരുന്നു. ഇവിടെയൊക്കെ തകർന്നു കൊണ്ടായിരുന്നു. ആളുകളൊക്കെ മണ്ണ് വെച്ചിട്ട് വലിച്ചു പറിച്ചെടുത്താണ്. മണ്ണ് കയറിയില്ല. നശിച്ചു. അതൊക്കെ രണ്ടാമത് ഉണ്ടാക്കണം. അതൊക്കെ മണ്ണ് വെച്ചിട്ട് നശിച്ചു. ആളുടെ ഒരു കൂട്ടായ്മയാണ് ഈ മുതലൊക്കെ കയറി കിട്ടിയത്. എത്ര വഞ്ചിയുണ്ട് ഏകദേശം ഇവിടെ? ഉണ്ടല്ലേ. ഇവിടെ ഇറങ്ങണ വഞ്ചി തന്നെയാണല്ലേ? വള്ളവും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാരെല്ലാം കൂടി കിഴക്കോട്ട് നീക്കിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി. രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴിയും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഉരകവർഗ ജീവിക്ക് മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വിനയാകുന്നത്. ഇക്കഴിഞ്ഞ 2 മാസത്തിനിടെ 10ഓളം കടലാമകളാണ് ഇവിടെ ചത്ത് കരയ്ക്കടിഞ്ഞത്. നവംബർ മുതൽ ഫെബ്രുവരി, മാർച്ച് വരെ ഇവയുടെ പ്രജനന കാലമാണ്. മുട്ടയിടാനായി മാത്രം കരയിലേക്ക് വരുന്ന ജീവിയാണ് കടലാമ. ഇതിനായി രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ ഇടം തേടി കരയോട് ചേർന്ന് സഞ്ചരിക്കുന്ന കടലാമകൾ അപകടത്തിൽപ്പെട്ടാണ് പലപ്പോഴും ചാവുന്നത്. ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരയ്ക്കടിയുകയാണ്. കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തവും പലപ്പോഴും ഇവയ്ക്ക് വിനയാകുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ആമയുടെ നശിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയിഞ്ചലിൻ്റെ ഉള്ളിൽ 10-200 കൊയിഞ്ചൽ കയറ്റി മറ്റേ ടാങ്കീസും മറ്റുള്ള സംഭവങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടിയിട്ട് ഒരിക്കലിടാണ്. ഇതിപ്പോൾ ഈ ഒരേ നീറും ഒരേ ഇതൊക്കെ വെള്ളം പോലെയൊക്കെ വരുമ്പോഴാണ് ഇത് വിട്ടു പോരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമയുടെ ഈ നശിപ്പ് ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടാണ്. മനസ്സിലായ ഈ ടാങ്കീസിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടിരിക്കുന്നു. കാരണം 1-2 മാസമായിട്ട് ഈ കണ്ടമാന ആമ ഇവിടെ ചത്തടിയുണ്ട്. ഇപ്പോൾ ഈ ഒരു 2 ആഴ്ച മുന്നേ ഒരു വലിയ 10-30 കിലോ ഉണ്ടാവും ഒരു ആമ അടിഞ്ഞിട്ട് ഞാനാണ് ഇവിടുന്ന് തള്ളി ചുക്കാത്തോണ്ട് തള്ളി അപ്പുറത്ത് കിട്ടത്. എന്നിട്ടത് ഇവിടുന്ന് പോയി. 2 മാസമായിട്ട് ഇത് സ്ഥിരം ഇവിടെ 1-2 ആയിട്ട് അടിയുന്നുണ്ട്.
ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഉൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. ഈ കണവ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഞങ്ങൾക്കും ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഈ രാത്രി 3, 3:30, 4 മണിക്ക് ഇവിടുന്ന് വഞ്ചി പോകും. നമ്മളിത് കാണില്ല. ഇത് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കണായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ പിള്ളേരുടെ ഉള്ളിൽ ഈ വെക്കാൻ നൂലും മറ്റേ ടാങ്കീസ് എല്ലാം കൂടിയായിട്ട് ഇതിൽ പെടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തെങ്ങിന്റെ കൊഴിഞ്ചിലുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ടാങ്കീസ് ഉപയോഗിച്ച് ചേർത്ത് കെട്ടി കടലിൽ നിക്ഷേപിച്ച് നടത്തുന്ന കണവ പിടുത്തം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് തീരത്തടിഞ്ഞ് കടപ്പുറത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാനും ഇടയാക്കുന്നുണ്ട്. മറ്റു ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം മീൻപിടുത്തങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ല. ഒലിവ് റിഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഈ മേഖലയിൽ കൂടുതലായും കാണുന്നത്. കരയിൽ സുരക്ഷിത സ്ഥലം കണ്ടെത്തി മുട്ടയിട്ട് മടങ്ങുന്ന കടലാമകളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് സംരക്ഷകരാവാറുള്ളത്. 50 ദിവസത്തിലധികം എടുത്താണ് മുട്ടകൾ വിരിയുക. കഴിഞ്ഞ ദിവസം കമ്പനിക്കടവിൽ 100ഓളം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഇതേ സ്ഥലത്തു തന്നെയാണ് 2 മാസത്തിനിടെ 10ഓളം കടലാമകൾ ചത്ത് കരയ്ക്കടിഞ്ഞതും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6275 രൂപ, പവന് 50,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാളിന്റെ സന്ദേശയാത്രയുമായി തൃശൂർ ഗ്ലോറിയ ഫെലോഷിപ്പ്. ഗ്ലോറിയ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉയിർപ്പ് സന്ദേശയാത്ര സംഘടിപ്പിച്ചു. തൃശൂർ എടുക്കും എടുത്തിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നത്. ജൂൺ 4-ന് തൃശൂരിന് ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നതെന്നും സുരേഷ് ഗോപി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.